കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കല്ലാച്ചി വിഷ്ണുമംഗലത്തെ തെക്കേ മീത്തലക്കണ്ടിയിൽ ചന്ദ്രന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപണമുയർന്ന കല്ലാച്ചി വിഷ്ണുമംഗലത്തെ തെക്കേ മീത്തലക്കണ്ടിയിൽ ചന്ദ്രനാണ് ബുധനാഴ്ച പുലർച്ചെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടത്. ചികിത്സയ്ക്കിടെ മറ്റൊരു രോഗിക്ക് നൽകേണ്ട മരുന്ന് മരണപ്പെട്ട ചന്ദ്രന് നൽകിയെന്നാണ് ബന്ധുക്കളുടെ പരാതി. അച്ഛന് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടായിരുന്നു നാദാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടുന്ന് ഡ്രിപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചൊവ്വാഴ്ച അഡ്മിറ്റ് ആയി. ഡ്രിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അച്ഛൻ ബാക്ക് ടു നോർമലിലേക്ക് വന്നു. കുറച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങി, വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ശനിയാഴ്ച ഉറക്ക ഗുളിക കൊടുത്തു. ഉറക്ക ഗുളിക കൊടുത്തതിന് ശേഷം പിന്നീട് എണീറ്റിട്ടില്ല. പിന്നീട് അത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉറക്കായിരുന്നു. അതിനുശേഷം അപ്പൊ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, ഇത് എന്തിന്റെ ടാബ്ലറ്റ് ആണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഉറക്ക ഗുളിക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിനാ ഉറക്ക ഗുളിക കൊടുത്തത്? ഉറക്ക ഗുളികന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഉറക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ലല്ലോ, എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എഴുതിയ ഡോക്ടർ വരട്ടെ എന്ന് വെച്ചു. അപ്പൊ റൗണ്ട്സിന് വരുന്ന ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാ എഴുതിയെന്നുള്ളത്. അപ്പൊ അവരും പറഞ്ഞു എഴുതിയ ഡോക്ടർ വരട്ടെ. പിന്നീട് എഴുതിയ ഡോക്ടർ വരുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിച്ചു അതിന്റെ റീസൺ എന്തായിരുന്നു ഉറക്ക ഗുളിക എഴുതാനുള്ളത്. അപ്പൊ ഡോക്ടർ ഒരു റീസൺ ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അപ്പുറത്തെ ബെഡിലും സെയിം നെയിമുള്ള പേഷ്യന്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അവർക്ക് എഴുതാനുള്ള മരുന്ന് മാറിയിട്ട് എഴുതിയതാണോ എന്നുള്ളത് ചോദിച്ചു. അപ്പൊ ഡോക്ടർ അതിന് ഒരു ആൻസർ പറഞ്ഞില്ല. അതിന് ആൻസർ പറയുന്നതിന് പകരം എന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അച്ഛന്റെ ക്യാഷ് ഷീറ്റിലെ ആ ഒരു എഴുതിയ ടാബ്ലറ്റ് അത് അവര് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അപ്പോഴേക്ക് അച്ഛന് കുറച്ച് സീരിയസ് ആയി. അപ്പൊ അവര് അവിടുന്ന് വേറെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുന്ന് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ അച്ഛന് ന്യൂമോണിയ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടുന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങി. അപ്പോഴേക്കും ആള് നല്ല ടയർഡായിരുന്നു. പിന്നീട് ഇന്നലെ ആകുമ്പോഴേക്ക് ഇത് കഴിഞ്ഞു. തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടിന് ബന്ധുക്കൾ പരാതി നൽകി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും CPM ലോക്കൽ കമ്മിറ്റി നേതാവ് KP കുമാരൻ ആവശ്യപ്പെട്ടു. ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലമാണ് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഒരു ജീവൻ നഷ്ടപ്പെടാനിടയായത്. ഇത് നാദാപുരം താലൂക്ക് ആശുപത്രിയിലെ അവസാനത്തെ സംഭവമായി മാറണം. അതിന് സർക്കാരും ആരോഗ്യവകുപ്പും ശക്തമായ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ നിരാലംബരായ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.